Hello friends, welcome back to my channel. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ടൈമൊക്കെ ആയല്ലോ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വൈൻ ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്ക് പൊമോഗ്രാനറ്റ് വൈൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് ഓൾറെഡി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4 കറിയാമ്പൂ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് പൊമോഗ്രാനറ്റ് സീഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ജ്യൂസ് വരണമെങ്കിൽ അതും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി വേണം. നിറച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് കണ്ടെയ്നർ ആണ്. ഇത് നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയ കണ്ടെയ്നർ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊമോഗ്രാനറ്റ് സീഡ്സും ജ്യൂസും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മുടെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ്, നന്നായി കഴുകിയേക്കേണ്ട നുറുക്ക് ഗോതമ്പാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്ലാസ് കണ്ടെയ്നർ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ചൊരു വലുപ്പത്തിൽ എടുക്കണം. അതിൻ്റെ മൂടി ആയിട്ടൊരു ഗ്യാപ്പ് വേണം കേട്ടോ, അത് എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഒരു മരത്തവി വെച്ചിട്ട് ഇത് ഒരു സൈഡിലേക്ക് ഇനി ഇളക്കി കൊടുക്കുക. മരത്തവി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഉണങ്ങിയ മരത്തവി എടുക്കാൻ ഓർക്കണം, നനവൊന്നും പാടില്ല. ഇത് നമുക്ക് ഇനി ഒരാഴ്ച അടച്ചു വെച്ചിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള പ്ലേസിൽ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് കാണാം. നന്നായി എയർ ബബിൾസ് ഫോം ആയിട്ടുണ്ട്. ഒരാഴ്ചന് ശേഷം നിങ്ങൾക്ക് കാണാം നമ്മുടെ പൊമോഗ്രാനറ്റ് സീഡൊക്കെ താഴേക്ക് സെറ്റിലായേക്കാണ്. ഇത് നമുക്കിനി തുറന്നിട്ട് മരത്തവി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടി തട്ടി ഇളക്കി കൊടുക്കണം. ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ മറക്കരുത്. ഇങ്ങനെ നമുക്ക് ഒന്നരാടം വെച്ചിട്ട് ഒരു 14 ദിവസം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്നരാടം വെച്ചിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരു 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം താഴെ ബബിൾസൊക്കെ നന്നായി ഫോം ആയിട്ടുണ്ട്. നമ്മുടെ വൈനൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. പൊമോഗ്രാനറ്റ് സീഡൊക്കെ മുകളിലേക്ക് വന്നേക്കാണ്. ഇത് നമുക്കിനി വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊമോഗ്രാനറ്റും നമ്മുടെ കറുവാപ്പട്ട കറിവേപ്പുമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക. നമ്മളൊരു ഗ്ലാസ് കണ്ടെയ്നർ, നന്നായി ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ച നമ്മുടെ ജ്യൂസ് ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. അപ്പോൾ എന്തെങ്കിലും നാരുണ്ടെങ്കിൽ അത് മാറി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിനി അടിച്ചിട്ട് ഒരു 2 ദിവസം കൂടി ഒന്ന് ഈ പാത്രത്തിൽ തന്നെ വെക്കാം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള സെഡിമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് താഴെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു കപ്പിലേക്ക് എടുത്തിട്ട് വേറൊരു ചില്ല് കുപ്പിയിലേക്ക് ഇത് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ ഒക്കെ ആയിട്ട് നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊമോഗ്രാനറ്റ് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.